ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ പഠിച്ചാൽ ആ പ്രവർത്തികളുടെ പുസ്തകത്തില് 5 പേർക്ക് ദർശനം ലഭിച്ചനുസരിക്കണം. നമ്മൾ അതിനാധാരമായിട്ട് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 26-ാം അധ്യായം 19-ാമത്തെ വാക്യം. ദ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 26 വേഴ്സ് 19. അതുകൊണ്ട് അഗ്രിപ്പാ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യ ദമസ്കോസിലും. ശ്രദ്ധിക്കണേ, പൗലോസ് അഗ്രിപ്പാ രാജാവിനോട് പറയുന്ന കാര്യമാ അവിടെ നാം വായിച്ചത്. അഗ്രിപ്പാ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് എന്ത് കാണിച്ചില്ല? അനുസരണക്കേട് കാട്ടിയില്ല. അപ്പൊ ദർശനം കാണുന്നതും ദൈവശബ്ദം കേൾക്കുന്നതും നല്ലതാ, പക്ഷേ അതിന് അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിൽ കാട്ടരുത്. ഒരു ദൈവശബ്ദം നാം കേട്ടാൽ, ഒരു ദൈവിക ദർശനം നാം കണ്ടാൽ അതിന് പൂർണ്ണമായും നാം വിധേയപ്പെടുത്തി കൊടുക്കണം. അതവിടെ നിൽക്കട്ടെ. പൗലോസ് കണ്ടതായ 9 ദർശനങ്ങളുണ്ട്. ആ 9 ദർശനങ്ങൾക്കും അവൻ അനുസരണക്കേട് കാണിച്ചില്ല. ഞാൻ അതിലേക്ക് കടന്നു വരാം, ഇന്ന് സമയം എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ അതിനു മുൻപ് ദർശനം ലഭിച്ച വേറെ 4 പേര് അപ്പോസ്തല പ്രവർത്തികളിലുണ്ട്. അതാരൊക്കെയാണെന്ന് ഒന്ന് തൊട്ട് പറഞ്ഞ് ഈ ഭാഗത്തേക്ക് മടങ്ങിയെത്താം. 7-ാം അധ്യായം 55-ാമത്തെ വാക്യം. 7-ാം അധ്യായം ചാപ്റ്റർ 7 വേഴ്സ് 55. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. മതി. സ്തേഫാനോസിന് ലഭിച്ച ദർശനം. അവന്റെ ശരീരത്തിൽ കല്ലുകൾ പതിക്കുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക്, ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. അവൻ കാണുന്ന കാഴ്ച സ്വർഗം തുറന്നിരിക്കുകയാ. ദൈവത്തിന്റെ മഹത്വം അവൻ കാണുകയാ. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പുത്രനായ യേശു നിൽക്കുന്ന കാഴ്ച സ്തേഫാനോസ് കാണുകയാ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, പീഡയുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, എതിർപ്പുകളുടെ നടുവിൽ, ഉപദ്രവത്തിന്റെ നടുവിൽ സ്വർഗം അടങ്ങിയിരിക്കുന്നില്ല. നിന്റെ തലയ്ക്ക് മീതെ സ്വർഗം തുറക്കപ്പെടും. 2ാമത് ദർശനം ഞാൻ വിശദീകരിക്കുന്നില്ല, അവിടെ പിന്നെ എപ്പോഴെങ്കിലൊക്കെ വിശദീകരിക്കാം. 2ാമത്തെ ദർശനം ലഭിച്ച വ്യക്തി 10-ാം അധ്യായം 3-ാമത്തെ വാക്യം. 10-3. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ വരുന്നത് അവൻ കാണുന്ന ആരാ കാണുന്നത്? കൊർന്നല്യോസിന് ലഭിച്ച ദർശനം. അത് ദൂതൻ അവന്റെ അടുക്കൽ വരിക. എവിടെ? അവന്റെ പ്രാർത്ഥനാ മുറിയിൽ. പകൽ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ദർശനം കാണുകയാണ്. സ്തോത്രം. അവൻ കണ്ട ദർശനം എന്താ? ഇതാ ഒരു ദൂതൻ അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നു. അവനോട് പറയുക, കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. എന്തിനാ കൊർന്നല്യോസിന് ഈ ദർശനം കൊടുത്തത്? കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും മാത്രമേ സ്വർഗത്തിലെത്തിയുള്ളൂ. എന്നാൽ നീ സ്വർഗത്തിലെത്തണമെങ്കിൽ വേഗം യോപ്പയിലേക്ക് ആളയച്ച് ശിമോൻ എന്ന്, പത്രോസ് എന്ന മറുപേരുള്ള ശിമോനെ വരുത്തി അവനിൽ കൂടി വചനം നീ കേൾക്കണം. ഇത് അറിയിക്കാനാണ് കൊർന്നല്യോസിന് ദൈവം ദർശനം കൊടുത്തത്. ഇനി 3ാമത്തെ ദർശനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം. ചാപ്റ്റർ 10 വേഴ്സ് 11. 10-11. വലിയൊരു തൂപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. മതി. പത്രോസിന് ലഭിച്ച ദർശനം. അതേത് ദർശനമാ? തുപ്പട്ടി ദർശനം. എന്തിനാ പത്രോസിനത് കാണിച്ച് നമുക്കറിയാം. സ്വർഗത്തിൽ നിന്ന് അവന് വിശന്നപ്പം
അടുക്കളയിലോട്ട് കയറി ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ആഹാരം പാകം ചെയ്യുന്നതേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയ സമയമെടുക്കും. ഈ മനസ്സിലാക്കിയ പത്രോസ് നേരെ തൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് മടങ്ങി വന്നു. അവിടെ അവൻ ആത്മവിവശതയിലായി. ശ്രദ്ധിക്കണം, വിശന്നപ്പോഴാണ് അവൻ അടുക്കളയിലേക്ക്, ഡൈനിങ് റൂമിലേക്ക് പോയത്. അവിടെ ആഹാരം പാകം ചെയ്യുന്നതേ ഉള്ളൂ. അവൻ പ്രാർത്ഥനാ മുറിയിലേക്ക് വന്നപ്പോൾ അവൻ ആത്മവിവശതയുണ്ടായി. ആത്മവിവശത ഉണ്ടാകണമെങ്കിൽ അവൻ ആത്മാവിൽ നിറഞ്ഞിരിക്കണം. സ്തോത്രം. ആത്മാഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾക്ക് ആത്മവിവശത ഉണ്ടാകുന്നത്. ആമേൻ. അതുകൊണ്ടാണ് നാം അഭിഷേകം പ്രാപിക്കണമെന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ വിളിച്ചു പറയുന്നത്. ഈ പത്രോസ് ആത്മവിവശതയിലായപ്പോൾ ഒരു ദർശനം കാണുകയാ. എന്നതാ ദർശനം? സ്വർഗത്തിൽ നിന്ന് 4 കോണും കെട്ടി ഒരു തുപ്പട്ടി ഇറങ്ങി വരുന്നു. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ ശബ്ദം പത്രോസിൻ്റെ കാതുകളിൽ മുഴങ്ങി, പത്രോസേ എഴുന്നേറ്റ് അറുത്ത് തിന്നുക. അവൻ ആ പെട്ടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഭൂമിയിലെ സകല നാൽക്കാലികളും ഇഴജാതികളും ഒക്കെ പറവകളും ഒക്കെ അതിനകത്തുണ്ട്. അവൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അശുദ്ധിയുള്ള മൃഗങ്ങൾ ഇതിനകത്തുണ്ട്, ഇത് തിന്നുന്നത് ആമേൻ എനിക്കൊക്കത്തില്ല, വചനം അത് പറയുന്നില്ല, അതുകൊണ്ട് ഇത് അശുദ്ധിയുള്ളത്, എനിക്കിത് വേണ്ട. ദൈവം തമ്പുരാൻ പറഞ്ഞു, പത്രോസേ, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയരുത്. സ്തോത്രം. അങ്ങനെ ദൈവം ശുദ്ധീകരിച്ചതാണ്. ഈ ദർശനം പത്രോസിന് ദൈവം തമ്പുരാൻ കൊടുത്തത് എന്തിനാ നമുക്കറിയാം. പത്രോസേ, പുറത്ത് താണ്ട് 3 പേര് വന്ന് നിപ്പുണ്ട്. അവർ ജാതികളാ. കൊർന്നലിയോസ് അയച്ചിട്ട് വന്നവരാ. നീ അവരുടെ കൂടെ പോകണം. ഇന്ന് വരെ നീ യഹൂദന്മാരോട് സുവിശേഷം അറിയിച്ചതെങ്കിൽ ഇന്നു മുതൽ നീ ജാതികളോട് സുവിശേഷം അറിയിക്കാൻ പോകുകയാ. പ്രിയ ദൈവത്തിന്റെ മക്കളെ, യഹൂദന്മാരല്ലാത്ത ജാതികളായ നമ്മെ ദൈവം തെരഞ്ഞെടുത്തത് ഈ ദർശനത്തിന്റെ പിന്നിലാ. ഇല്ലായിരുന്നെങ്കിൽ ജാതികളായ നാം എല്ലാവരും നശിച്ചു പോകേണ്ടവരായിരുന്നു. പത്രോസിന് ദർശനം കൊടുത്ത് പത്രോസ് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നത്തെ അപ്പോസ്തലന്മാർ ഭൂമിയുടെ നാനാ കോണുകളിൽ ജാതികളെ അന്വേഷിച്ച് ആമേൻ സുവിശേഷ ദൗത്യവുമായി ഇറങ്ങിത്തിരിച്ച കൂട്ടത്തിൽ തോമാസ് ആമേൻ ഇന്ത്യയിലേക്ക്, ഭാരത മണ്ണിൽ അദ്ദേഹത്തിന്റെ കാലുകൾ ചവിട്ടിയതിന്റെ പരിണിത ഫലമാ നാം ഓരോരുത്തരും യേശുവിനെ അറിയാനിടയായി തീർന്നത്. ആമേൻ. ഞാൻ മടങ്ങി വരട്ടെ. അപ്പൊ ഇങ്ങനെ 4 പേർക്ക് ദൈവദർശനമുണ്ടായി. 5ാമത് ദൈവദർശനമുണ്ടായ വ്യക്തിയാണ് പൗലോസ്. അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ ഫെസ്തോസിൻ്റെ അടുക്കലൊക്കെ ചെന്ന് ഫെസ്തോസ് വിസ്തരിച്ചു. ഫെസ്തോസ് ഇവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പൗലോസ് അതേ ചക്രവർത്തിയെ അവകാശം പറഞ്ഞതുകൊണ്ട്, ആശ്രയിച്ചതുകൊണ്ട്, അവന് കൈസറെ അഭയം ചൊല്ലിയതുകൊണ്ട് ഫെസ്തോസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇവനെ തടവിലാക്കി ആമേൻ കൈസറിയയിലേക്ക് പറഞ്ഞുവിടാൻ ആഗ്രഹിച്ച് ഇവൻ നിൽക്കുമ്പോൾ അഗ്രിപ്പ രാജാവ് ഫെസ്തോസിനെ കാണാനായിട്ടെത്തി. അഗ്രിപ്പ രാജാവും ഭാര്യ ബർണിക്കായും ഫെസ്തോസിനെ കാണാനെത്തി. അവിടെ വന്നപ്പോൾ ഫെസ്തോസ് പറഞ്ഞു, ഇവിടെ ഒരു തടവുകാരനുണ്ട്, അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കണ രസകരമാണ്. അപ്പം അഗ്രിപ്പ രാജാവ് പറഞ്ഞു, എനിക്കവനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, അവൻ്റെ കാര്യങ്ങളൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ അഗ്രിപ്പ രാജാവും ബർണിക്കയും ഒക്കെ ഫെസ്തോസിനോടൊപ്പം ഈ സിംഹാസനത്തിൽ ഇരിപ്പിടത്തിലിരിക്കുമ്പോൾ പൗലോസിനെ ബന്ധിക്കപ്പെട്ടവനായി കൊണ്ടുവന്ന് നിർത്തി. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ പൗലോസ് വന്ന് നിൽക്കുകയാ. അവൻ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് ഒടുവിൽ പൗലോസ് ഈ അഗ്രിപ്പ രാജാവ് വിളിച്ചു പറയുന്നുള്ളൂ, നീ എന്നെ ആമീൻ ക്രിസ്ത്യാനിയാക്കാൻ നോക്കുകയാ. ഉടനെ പൗലോസ് പറഞ്ഞു, അഗ്രിപ്പ രാജാവേ, താങ്കൾ മാത്രമല്ല എന്നെ കേൾക്കുന്ന സകലരും ഈ ചങ്ങല ഒഴിച്ച് എന്നെ പോലെ യേശുവിന്റെ
പിൻഗാമികൾ ആയിത്തീരണം എന്ന എൻ്റെ ആഗ്രഹം. Praise the Lord. ഈ പൗലോസ് അഗ്രിപ്പ രാജാവിനോട് വിളിച്ചു പറഞ്ഞ ഒരു സത്യം, യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ വായിച്ച് കേട്ട ഭാഗത്തിൽ ഉള്ളത്. അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട്. എത്ര പ്രാഗൽഭ്യത്തോടെയാ, എത്ര ധൈര്യത്തോടെയാ പൗലോസ് രാജാവിൻ്റെ മുൻപിൽ, ചക്രവർത്തിയുടെ മുൻപിൽ ആ കാര്യം പ്രസ്താവിച്ചത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പ്രസ്താവിക്കുവാൻ കഴിയുമോ? എവിടെങ്കിലും ദർശനത്തിന് വീഴ്ച നമ്മൾ വരുത്തിയിട്ടുണ്ടോ? ദൈവം നമുക്ക് തന്ന ആലോചനയ്ക്ക് ഭംഗം വരുത്തിയിട്ടുണ്ടോ? സ്തോത്രം. ആമീൻ. വരുത്താതെ തൻ്റെ ഇടത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ മറ്റുള്ളവരുടെ മുൻപിൽ വിളിച്ചു പറയാൻ ഇടയായി തീരണം. ഞാൻ ദർശനത്തിന് അനുസരണക്കേട് കാട്ടിയില്ല, ഞാൻ വചനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല. സ്തോത്രം. എന്നാ വല്ലപ്പോഴൊക്കെ നമ്മൾ ഒഴുകിപ്പോകുന്നവരാ, അല്ലേ? വല്ലപ്പോഴൊക്കെ ഒന്ന് ഒഴുകിപ്പോകുന്നവരാ. സ്തോത്രം. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടിങ്ങനെ യാത്ര പോകുന്ന ഒരുത്തനോട് അവൻ്റെ സ്നേഹിതൻ പറഞ്ഞിട്ട് ആദ്യമേ തന്നെ കൈകാര്യം ചെയ്തേക്കണം, ഒതുക്കിയേക്കണം കേട്ടോ, ഇല്ലേ തലയൊക്കെ എറിഞ്ഞിരങ്ങുന്നു. ആദ്യമേ തന്നെ ഒതുക്കിയേക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ 2 അടി കൊടുക്കണം, കൊടുത്തൊതുക്കണമെന്ന്. ഭാര്യയെ ഉപദ്രവിക്കാൻ പാടില്ല, തല്ലാൻ പാടില്ല. അതാ ദൈവം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിന് അനുസരണക്കേട് കാണിക്കരുത്. പാളയം ദൈവസഭ പ്രത്യേകം ഓർത്തോണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, കാണുന്ന പ്രിയപ്പെട്ടവരും ഓർത്തോണം. ദൈവത്തിൻ്റെ ആ വചനത്തിന്, ദർശനത്തിന് നാം അനുസരണക്കേട് കാണിക്കരുത്. സ്തോത്രം. ഒരു ഭംഗവും വരുത്തുവാൻ നമ്മുടെ ജീവിതത്തിനിടയാകരുത്. തൻ്റെ ഇടത്തോടെ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ ദൈവത്തിൻ്റെ വചനത്തിനോ ദർശനത്തിനോ അനുസരണക്കേട് കാണിച്ചില്ല. സ്തോത്രം. ലോഹ്യത്തിന് കൂട്ടുകാർ കൂടുമ്പം അല്പമൊക്കെ ഒന്ന് മോന്താമെന്ന്. കഴിഞ്ഞിടെ ഒരാൾ പറഞ്ഞത്, സ്വല്പം വീഞ്ഞു കുടിക്കുന്നുണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് അല്പമൊക്കെ ഒന്ന് മോന്താമെന്ന്. സ്തോത്രം. ലോഹ്യത്തിന് കൂട്ടുകാർ കൂടുമ്പം നോ. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു എന്നാണ് പൗലോസപ്പോസ്തലന്റെ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പാടില്ല. വെറിക്കുത്തികൾ കാണരുത്, പാപപ്രവൃത്തികളിൽ വീഴരുത്, ജീവിത വിശുദ്ധി കാത്തുവേണം നാം നിൽക്കാൻ. റോമർ 12-ാം അധ്യായം 1-ാം വാക്യം എടുക്കേണ്ട. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും, അടുത്തത് വിശുദ്ധിയും, ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അടുത്ത വാക്യം, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി അനുസരണക്കേട് കാണിക്കല്ലേ. വചനം ലഭിച്ചു കഴിഞ്ഞാൽ, ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ അനുസരണക്കേട് കാണിക്കരുത്. പൗലോസ് അഗ്രിപ്പ രാജാവിൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയും, അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചു. അങ്ങനെയെങ്കിൽ ഈ പൗലോസിന് ലഭിച്ച ദർശനങ്ങൾ ഏതൊക്കെയാണ്? എന്നിട്ട് വേണമല്ലോ നമുക്ക് അവൻ അനുസരണക്കേട് കാണിച്ചോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കാൻ. ഏകദേശം 9 ദർശനങ്ങൾ അപ്പോസ്തല പ്രവർത്തികളിൽ കിടപ്പുണ്ട്. ഒന്ന് ഓടിച്ചൊന്ന് നമുക്ക് അതൊന്ന് വായിക്കാം, ചിന്തിക്കാം. സ്തോത്രം. 1-ാമത്തെ ദർശനം 9-ാം അധ്യായം. 9-ാം അധ്യായം 3-ാമത്തെ വാക്യം എഴുതുന്നവർക്ക് വേണ്ടി പറയാം. ഇത് വായിച്ചാൽ മതി. എഴുതുന്നവർക്ക് വേണ്ടി പറയാം. 22-ാം അധ്യായം 6 മുതൽ 26-ാം അധ്യായം 13 മുതൽ. ഇതെല്ലാം ഒറ്റ സംഭവമാണ്. ഇനി 9-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ
പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവന് ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. മതി. ഒന്നാമത് പൗലോസിന് ലഭിച്ച ദർശനം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച്. അതാണ് ആ 3 ഭാഗത്തും നമ്മൾ കാണുന്നത് ഒരേ സംഭവമാണ്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച്. ശ്രദ്ധിക്കണം, ഈ മാർഗക്കാരായവരെ പീഡിപ്പിക്കാൻ മഹാപുരോഹിതന്മാർ, അന്ന് ഭരിച്ചിരുന്നത് മഹാപുരോഹിതന്മാരാണ്, അവർക്കതിനുള്ള അധികാരമുണ്ടായിരുന്നു. അവരുടെ അധികാര പത്രം കൈകളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവൻ യഥേഷ്ടം യാത്ര പുറപ്പെട്ട് ദമസ്കോസിലുള്ള ഈ മാർഗക്കാരായവരെ പിടിച്ച് കെട്ടി യെരൂശലേമിൽ കൊണ്ടുവന്ന് അവരെ ഉപദ്രവിക്കാൻ കച്ചകെട്ട് കെട്ടി ഇറങ്ങിത്തിരിച്ച പൗലോസ് ദമസ്കോസിന്റെ പടിവാതിക്കലെത്തിയപ്പോൾ ദൈവത്തിൻ്റെ ദർശനം അവൻ ആദ്യമായി അവിടെ വെച്ചുണ്ടായി. നട്ടുച്ച നേരത്ത് സൂര്യനെ വെല്ലുന്ന വലിയ പ്രഭ അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. അവൻ ചോദിക്കുകയാ, ദൈവം തമ്പുരാൻ ചോദിക്കുക, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ശൗല് തിരികെ മറുപടി കൊടുത്തു, നീ ആരാകുന്ന കർത്താവേ? ഒന്നാമത്തെ ദർശനം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ലഭിച്ചത്. ഇവൻ ഉപദ്രവിച്ച യേശുവിനെ അവിടെ വെച്ച് അവൻ കണ്ടുമുട്ടുകയാണ്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ ആരാന്ന് നിനക്കറിയണം അല്ലേ? ഞാൻ ആരാന്നല്ല നീ ചോദിച്ചത്, നീ ഉപദ്രവിക്കുന്ന നസ്രേനായ യേശുവാകുന്നു ഞാൻ. അപ്പൊ യേശുവിനെ കണ്ടുമുട്ടിയവൻ. ശ്രദ്ധിക്കണം, ശൗലിന്റെ കൂടെ മറ്റു പലരുണ്ട്, ഈ പൗലോസിന്റെ കൂടെ മറ്റ് പല യാത്രക്കാരുണ്ട്, പടയാളികൾ, കാവൽക്കാര്, സേവകരൊക്കെയുണ്ട്. പക്ഷെ ഇവരൊക്കെ നിലത്ത് വീണെങ്കിലും ഇവർക്ക് ആർക്കും ദൈവത്തെ കാണാൻ, യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. അവനെ കാണാൻ കഴിഞ്ഞത് ശൗലിന് മാത്രമാ. എന്താ കാര്യം? ശൗലിനെയാണ് ദൈവത്തിന് വേണ്ടിയിരുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭവനത്തിൽ നിന്നെയാ ദൈവത്തിന് വേണ്ടിയിരുന്നത്. ഉറവ, ഈ ദേശത്ത് നിന്നെയാ ദൈവത്തിന് വേണ്ടിയിരുന്നത്. മറ്റു പലർക്കും ലഭിക്കാത്ത ദർശനം, മറ്റു പലർക്കും ലഭിക്കാത്ത ദൈവ ശബ്ദം, ആമേൻ, നിന്നെ കേൾപ്പിച്ചത്, നിനക്ക് തന്നത് ദൈവത്തിന് നിന്നെ ആവശ്യമുള്ളത് കൊണ്ടാ. ആമേൻ. പൗലോസിനുണ്ടായ ഒന്നാമത്തെ ദർശനം യേശുവിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അവൻ കണ്ടുമുട്ടി. യേശുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പം പിന്നെ നമുക്കറിയാം അവൻ്റെ ജീവിതത്തിൽ രാത്രി പകലായതുപോലായി. ഒരു ഭയങ്കര വ്യത്യാസം, ചേഞ്ച് അവൻ്റെ ജീവിതത്തിലുണ്ടായി. അവൻ്റെ ജീവിതത്തിൽ ഇരുളും മാറി ഒരു വലിയ പ്രകാശത്തിൻ്റെ ഉടമയായി, പ്രകാശത്തിൻ്റെ കീഴിലുള്ള വ്യക്തിയായി ദൈവം അവനെ മാറ്റി. സോദരം, അപ്പൊ ഒന്നാമത് ലഭിച്ച ദർശനം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാൻ അപ്പോസ്തലനായി ഞാൻ നിന്നെ വിടാൻ പോകുകയാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ്, അതായത് ശൗല് എന്ത് ചെയ്തു? നേരെ മരുഭൂമിയിലേക്ക് പോയി. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവം സന്ദർശിച്ചു. അവനെ അവിടെ വെച്ച് അവൻ്റെ കണ്ണിന് കാഴ്ചയില്ല. അടുത്ത 2 ദർശനങ്ങളുടെ പറയാം. അത് കഴിഞ്ഞ് അവൻ നേരെ പോകുന്നത് മരുഭൂമിയിലേക്കാ. അവിടെ ചെന്ന് ദൈവശബ്ദം പിന്നെയും കേൾക്കുവാൻ, ദൈവാലോചന കേൾക്കുവാൻ, അരുളപ്പാട് കേൾക്കുവാൻ, ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ സമയം ചെലവഴിച്ച ശേഷമാ പൗലോസ് സുവിശേഷ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ഞാൻ അതിലേക്കൊക്കെ പുറകാലെ വരാം. രണ്ടാമത്തെ ദർശനം. അപ്പോൾ ഒന്നാമത്തെ ദർശനത്തിന് അവൻ അനുസരണക്കേട് കാണിച്ചില്ല. യേശുവിനെ കണ്ടുമുട്ടിയവൻ അവനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ദർശനം 9-ാം അധ്യായം 12-ാമത്തെ വാക്യം, 9:12. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു. പൗലോസ് അഥവാ ശൗല്
കണ്ട രണ്ടാമത്തെ ദർശനം എന്നതാ? അനന്യാസ് എന്ന് പേരുള്ള ഒരു പാസ്റ്റർ, ഒരു ഉപദേശി അകത്ത് വന്ന്, ഇവന് ഇരുന്നിരിക്കുന്ന വീടിനകത്ത് വന്ന് ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാഴ്ച ദർശനം കണ്ടുകൊണ്ടിരിക്കുക. ശൗൽ അത് ദർശനം കണ്ടുകൊണ്ടിരിക്കുക. ഇവന് വേണ്ടി ഒരാൾ വരുന്നു, ഇവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയുടെ പേര് അനന്യാസ് എന്നാണ് എന്നുള്ളത് പൗലോസ് കണ്ടുകൊണ്ടിങ്ങനെ ദർശനം കണ്ടുകൊണ്ടിരിക്കുക. അതിനിടയിൽ മത്തായി പാസ് കയറി ചെന്ന് ഈ പൗലോസിൻ്റെ തലയെ കൈ, പൗലോസിനെ ദൈവം സന്ദർശിച്ചു, ശൗലിനെ ദൈവം സന്ദർശിച്ചു എന്ന് അറിഞ്ഞ മത്തായി പാസ് ചെന്ന്, ശൗലേ, നിന്നെ വഴിയിൽ സന്ദർശിച്ച ദൈവം അതേ യേശു ക്രിസ്തുവാണ്, അവന് വേണ്ടി നീ ജീവിക്കണം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ എന്ന് പറഞ്ഞ് തലയിൽ കൈവെക്കാൻ തുനിഞ്ഞപ്പോൾ പൗലോസ് കൈ തട്ടിക്കളഞ്ഞു. ഇങ്ങനെ പറയുകയാണ് മത്തായി ഉപദേശി, എൻ്റെ തലയിൽ കൈവെക്കണ്ട, എൻ്റെ തലയിൽ കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ ദർശനം കണ്ടുകൊണ്ടിരിക്കുക. ആ വ്യക്തി മാത്രം എൻ്റെ തലയിൽ കൈവച്ചാൽ മതി. പ്രിയ ദൈവമക്കളെ, ഇത് ചിലരുണ്ട്, ഏത് വ്യക്തി വന്നാലും, നമ്മുടെ ഇവിടെ ഇനി ഉപവാസമൊക്കെ വരികയാണല്ലോ, കഴിഞ്ഞ ഉപവാസ ദിവസങ്ങളെ കണ്ടു വരുന്ന കാര്യമാണ്, ഏത് വ്യക്തി വന്നാലും മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചെന്ന് തല കുനിച്ചു കൊടുക്കും, തല കൈ വെച്ചോളാൻ. ആരോ ആയിക്കൊള്ളട്ടെ, എല്ലാവരുടെയും മുൻപിൽ നിന്റെ തല കുനിച്ച് കൊടുക്കരുത്. ചിലർ ബന്ധിക്കപ്പെട്ട വ്യക്തികളുണ്ട്, ബന്ധിക്കപ്പെട്ട ജീവിതങ്ങളുണ്ട്. അവരൊക്കെ നമ്മുടെ ശിരസിൽ കൈവച്ചാൽ അവരെ ആമേൻ അന്യാധീനപ്പെടുത്തിയ ആ വ്യാപാരം നമ്മുടെ മേൽ വ്യാപരിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ബന്ധനം വീഴാതിരിക്കണമെങ്കിൽ, സ്തോത്രം, ആമീൻ, നമ്മുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട വ്യക്തി ആരായിരിക്കണം എന്നുള്ള ദർശനം നാം കാണണം. എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് തല കുനിച്ച് കൊടുക്കരുത്. ഞാൻ അത്രയും പറഞ്ഞ് ആ വേദഭാഗം വിടുകയാണ്. അപ്പൊ രണ്ടാമത്തെ ദർശനം, തൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തി ആരായിരിക്കണം എന്നുള്ള ദർശനമാണ് പൗലോസ് അഥവാ ശൗല് കാണുന്നത്. ഇനി മൂന്നാമത്തെ ദർശനം, 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. 16, എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. അങ്ങനെ കഷ്ടത സഹിക്കേണ്ടത് ശൗലിനെ ദൈവം കാണിച്ചിരിക്കുക. എന്തെല്ലാം കഷ്ടതകളാണ് സഹിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മുമ്പിൽ വരുന്ന പീഡകൾ, പ്രതികൂലങ്ങൾ ദൈവം മുന്നമേ കൂട്ടി നമ്മോട് അറിയിക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരിക്കൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞതാ, കേരളത്തിൻ്റെ തെക്ക്, തിരുവനന്തപുരത്തിൻ്റെ തെക്ക് വെച്ച് നിന്റെ ശരീരം മുറിഞ്ഞ് നിന്റെ ശരീരത്തിൽ നിന്ന് രക്തം എൻ്റെ നാമത്തിന് വേണ്ടി ഒഴുക്കേണ്ടി വരും. ഈ ദൂത് പറഞ്ഞ് ഏകദേശം ഒരു 6-7 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, തിരുവനന്തപുരത്ത് തെക്ക് പാറശാല ഞാനൊരു ക്രൂസേഡ് ക്രമീകരിക്കുക, പാസ്റ്റർ വരണം, ക്രൂസേഡിൽ പ്രസംഗിക്കണം. അവിടെ പ്രതികൂലം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, സുവിശേഷ വിരോധികൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പം ഞാൻ ഇറങ്ങി ഇദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ, മറ്റൊരവസരത്തിൽ ഞാൻ വരാം, ഇപ്പോൾ എനിക്ക് ചില തടസ്സങ്ങളുണ്ട്, മറ്റൊരവസരത്തിൽ വരാം. ഉടനെ ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞേക്കണോ, എമേവറിസ് പാസ്റ്റേ, 6-7 മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരിയിൽ കൂടി ഒരു ദൂത് വന്നത് ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്നാ ദൂത? അതായത് തിരുവനന്തപുരത്തിന് തെക്ക് വെച്ച് യേശുവിൻ്റെ നാമനിമിത്തം, സുവിശേഷ നിമിത്തം ശരീരം മുറിഞ്ഞ് രക്തം ഒഴുകേണ്ടി വരും എന്നൊരു ദൂത് പറഞ്ഞ് ഓർക്കും. ഞാൻ പറഞ്ഞു, അത് ഓർക്കുന്നുള്ളൂ. എന്നാ വാ, രക്തം ഒഴുകാൻ വരാൻ പറഞ്ഞു. എൻ്റെ ചങ്കിനിട്ട് കുത്തിയതുപോലെ ആയിപ്പോയി. ഞാൻ പറഞ്ഞു, വരാൻ തയ്യാറ്. അങ്ങനെ പോയി കേട്ടോ. സുവിശേഷം ക്രൂസൈഡിൽ സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ക്രൂസൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റേജേ ഉള്ളൂ, ഓഡിയൻസിന് ഇരിക്കാൻ സ്റ്റേജൊന്നുമില്ല, ഓപ്പൺ പ്ലേസാണ്. ആ സ്റ്റേജിലിരുന്ന് ഞാൻ പ്രസംഗിക്കുക. എനിക്ക് കാണാം
താഴേന്നൊരു പറ്റം സുവിശേഷ വിരോധികൾ കുറുവടികളുമായിട്ട് ആക്രോശിച്ചും കൊണ്ട് മുകളിലോട്ട് കയറി വരിക. ക്രൂസൈഡ് നടക്കുന്നിടത്തേക്ക് എൻ്റെ ഉള്ളം പിടയാൻ തുടങ്ങി. അടിപ്പ വീഴും നിശ്ചയമാ. അവരിങ്ങനെ ശബ്ദമുണ്ടാക്കി ഇങ്ങനെ മുകളിലോട്ട് വരിക. ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നതിനിടയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല, അവിടുന്ന് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോടുന്നു. ഞാൻ ഇടയ്ക്ക് കണ്ട കാഴ്ച, ഈ കയറി വന്നവർ ഇടയ്ക്ക് വെച്ച് രണ്ട് കൂട്ടമായി തിരിഞ്ഞ് തമ്മിൽ ബഹളമുണ്ടാക്കി രണ്ട് ഭാഗത്തേക്ക് അവർ ചിതറി ഓടുന്ന കാഴ്ച കാണുവാനിടയായി. സ്തോത്രം. ആമീൻ. ഉപദ്രവം ഇല്ല എന്നല്ല ഞാൻ ഈ പറയുന്നത്, ഉപദ്രവമുണ്ട്. യാക്കോബിനെ ഹെരോദാവ് വാളുകൊണ്ട് വെട്ടിക്കൊന്നു ഉണ്ട്. എന്നാൽ പത്രോസിനെ വെട്ടിക്കൊല്ലാൻ ദൈവം അനുവദിച്ചില്ലെന്നേ ഉള്ളൂ. എന്നാൽ അവനെ എന്താ ചെയ്തത്? തലയിലായി ക്രൂശിച്ചില്ലേ? സ്വതന്ത്രം. ക്രിസ്തുവിന്റെ നാമനിമിത്തം ഉപദ്രവം ഉണ്ട്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ എന്ത് ചെയ്യരുത്? ലജ്ജിക്കരുതെന്ന വചനം. സ്വതന്ത്രം. അപ്പൊ പീഡയുണ്ട്, ഉപദ്രവമുണ്ട്. ശ്രദ്ധിക്കൂ, ഇവിടെ പൗലോസിന് കൊടുത്ത മൂന്നാമത്തെ ദർശനം നിന്റെ ജീവിതത്തിന്റെ മുൻപിലുണ്ട്. നീ അത് അനുഭവിക്കേണ്ട വ്യക്തിയാണെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. നാലാമത്തെ ദർശനം 16-ാം അധ്യായം 9-ാമത്തെ വാക്യം. 16:9. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മെക്കദോനിക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു. നീ മെക്കദോനിക്ക് കടന്നു വന്നു ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. പൗലോസിനുണ്ടായ 4-ാമത്തെ ദർശനം മക്കദോന്യ വിളി. ആസിയയിൽ പ്രസംഗിക്കാൻ പോകാൻ, വചനം ശുശ്രൂഷിക്കാൻ ആഗ്രഹിച്ച പൗലോസിനോട് ദൈവാത്മാവ് പറഞ്ഞു, നോ, നീ പോകണ്ട. മുസ്യ കടന്ന് ബിദുന്യയ്ക്ക് പോകാൻ ഭാവിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നോ, നീ പോകണ്ട. അപ്പോൾ പൗലോസ് ദൈവത്തോട് ചോദിച്ചു, then where should I go? ഞാൻ എവിടേക്കാ പോകേണ്ടിയത്? ഉടനെ ദൈവം ഒരു ദർശനം കൊടുത്തു. എന്നതാ? മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ നിന്നുകൊണ്ട് പൗലോസിനെ കൈമാടി വിളിക്കുക, നീ ഇങ്ങോട്ട് വാ, ഞങ്ങളോട് സുവിശേഷം അറിയിക്കും. പൗലോസിന് കാര്യം പിടികിട്ടി, എന്നെ ദൈവം തമ്പുരാൻ മക്കദോന്യയിലേക്ക് അയക്കുകയാ. അപ്പൊ അവന് 4ാമത് ലഭിച്ച ദർശനം മക്കദോന്യ, എവിടെ പോകണം, എവിടെ സുവിശേഷം അറിയിക്കണം എന്നുള്ളത് പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ആമേൻ. ദൈവമക്കളെ, ഒരു വീട് ദൈവാത്മാവ് ചൂണ്ടിക്കാട്ടി അവിടേക്ക് കയറിച്ചൊരു സുവിശേഷം പറ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചാൽ നിശ്ചയമായിട്ടും പോകണം. അതിൻ്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. സ്വതന്ത്രം. ഒരുപക്ഷെ അവർ വാതിൽ കൊട്ടിയടച്ച് നിങ്ങളെ ഉപദ്രവിച്ച് തിളച്ച വെള്ളം, ചൂടുവെള്ളം കൊണ്ട് ദേഹത്തൊഴിപ്പിച്ച് നിങ്ങളെ പറഞ്ഞ് ശകാരിച്ച് വിട്ടാലും അതിൻ്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതി ഉണ്ട്. സ്വതന്ത്രം. പോകണം. ഞങ്ങൾ PMGയുടെ ആരംഭകാലത്ത് പട്ടപ്രദേശത്ത് തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ സുവിശേഷം അറിയിക്കാൻ കയറി ചെന്നു. അവിടുത്തെ ഗ്രഹനാഥൻ പറഞ്ഞു, നിങ്ങൾ പെന്തക്കോസ്തുകാരാ, ഇവിടെ പ്രാർത്ഥിക്കേണ്ട, ഇറങ്ങിപ്പോക്കോളം പറഞ്ഞു. ഞങ്ങൾ സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. 2 മാസം കഴിഞ്ഞില്ല കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ 2 ആൺപിള്ളേർ, അമേരിക്കയിലെ 2 ആൺമക്കൾ. ഒരുത്തൻ രാവിലെ കാർ എടുത്തുകൊണ്ട് ഇറങ്ങിയതാ. എവിടെ പോയെന്ന് എങ്ങും ആർക്കും അറിയത്തില്ല. അമേരിക്കൻ ഇൻ്റലിജൻസ് കിണഞ്ഞന്വേഷിച്ചു, ഇതുവരെ അവൻ എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടിയില്ല. ഇതറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഈ വീട്ടിൽ ചെന്ന് ദുഃഖത്തിൽ പങ്കുചേരാനാ. അവിടെ ചെന്നപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർമാരെ പ്രാർത്ഥിക്കുക, എൻ്റെ കുഞ്ഞെവിടാന്ന് അറിയത്തില്ല, പ്രാർത്ഥിക്കണം. നോക്കിക്കോണേ, ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. ആമേൻ. ഇവിടെ മക്കദോന്യ വിളി. എവിടെ പോകണം, ഏത് വ്യക്തിയോട് സുവിശേഷം പറയണം, ഏത് കുടുംബത്തിൽ കയറി ചെല്ലണം, ഏത് സ്ഥലത്ത് പോയി സുവിശേഷം അറിയിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ദർശനം തരുമെന്ന്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രത്യേക വെളിപ്പാടിൻ്റെ മുൻപിലാണ് നമ്മളെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞ ഒരു പ്രാവശ്യം പ്രിയ ജിനു പാസ്റ്ററുടെ ഭവനാങ്കണത്തിൽ അതേ ഒരു ദിവസത്തെ സുവിശേഷ പ്രഘോഷണം മ്യൂസിക് നൈറ്റ് നടത്തിയതും
സ്തോത്രം. അത് വളരെയധികം പ്രയോജനപ്പെട്ട് കേട്ടോ. ആ ദേശനിവാസികൾ യേശുവിനെ കുറിച്ച് കേൾക്കാൻ, ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വലിയവനായ ദൈവം ഇടയാക്കി. ദൈവാത്മാവ് നമ്മോട് പറയുമെന്ന്, നീ എവിടേക്ക് പോകണം, എവിടെ സുവിശേഷം അറിയിക്കണം, ദൈവാത്മാവ് നമ്മോട്. നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്തു, ആരും നിന്നെ എന്ത് ചെയ്യത്തില്ല, കയ്യേറ്റം ചെയ്യുകയില്ല, ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. എവിടെ? ആസിയിൽ പൗലോസ് പ്രസംഗിക്കാൻ പോയി നിൽക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദർശനം കൊടുത്തു, പൗലോസേ നീ ഭയപ്പെടണ്ട കേട്ടോ, ആരും നിന്നെ കയ്യേറ്റം ഇവിടെ ചെയ്യത്തില്ല, ഇവിടെ ആരും നിന്നെ കയ്യേറ്റം ചെയ്യത്തില്ല, നീ ധൈര്യമായിട്ട് സുവിശേഷം അറിയിച്ചോ, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ദർശനം പൗലോസ് കാണുകയാ. അവൻ ധൈര്യത്തോടെ അവിടെ പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവാത്മാവ്, ഞാൻ വെളിയിൽ ദോഹയിൽ പോകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയല്ല. അവിടുന്ന് എൻ്റെ സഹോദരങ്ങൾ ദോഹയിലുണ്ട്, അവരെനിക്ക് വിസ അയച്ചെന്നു, ഇനി വാ ദോഹയെ വാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹമൊന്നുമില്ല, താല്പര്യമില്ല, എങ്കിലും പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു പൊക്കോ. ഒരാണ്ടും 6 മാസവും അവൻ അവിടെ ശുശ്രൂഷിച്ചെന്ന് പൗലോസിന് ഈ ദർശനം കൊടുത്തതുപോലെ ഒരു ദൈവശബ്ദം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ, ഇന്ന് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന ഇവിടെയുള്ള പലർക്കും അറിയാം, ജ്യേഷ്ഠനെ ആ ദോഹ കടലിൽ സ്നാനപ്പെടുത്താൻ ദൈവം ഇടയാക്കി. അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്താൻ, സ്നാനപ്പെടുത്താൻ വേണ്ടി മാത്രം ദൈവം എന്നെ ആ ദോഹയിലേക്ക് അയച്ചത്. ദൈവം പറഞ്ഞ കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങി. സഹോദരങ്ങൾ പറഞ്ഞു കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. എൻ്റെ ജോലി നിങ്ങൾക്ക് കേൾക്കണമോ? ദോഹ പാലസിൽ എന്നെ കൊണ്ടുവിടാൻ വാഹനം. എനിക്ക് ഭക്ഷണം എവിടാന്നറിയാമോ? ഷെറാട്ടൺ ഹോട്ടലിൽ എക്സിക്യൂട്ടീവ് കഫറ്റേറിയയിൽ. ഒന്ന് ഓർക്കുക, നമുക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ഷെറാട്ടൺ ഹോട്ടലിൽ എക്സിക്യൂട്ടീവ് കഫറ്റേറിയയിലായിരുന്നു എനിക്ക് ഭക്ഷണം. എൻ്റെ ഉടുപ്പ് അലക്കി തേച്ച് തരാൻ ആൾക്കാർ. ഈ ജോലി റിസൈൻ ചെയ്ത ഞാൻ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് മടങ്ങിയെത്തി ഈ പാളയം സഭയുടെ ചാർജ് എടുത്തത്. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഞാൻ പണം മോഹിച്ച് അവിടെ ഇരുന്നിരുന്നെങ്കിൽ, നല്ല ശമ്പളം, പണം മോഹിച്ച് അവിടെ ഇരുന്നിരുന്നെങ്കിൽ, സ്തോത്രം, എനിക്കിന്ന് ഒത്തിരി പണം സമ്പാദിക്കാമായിരുന്നു. പക്ഷേ അന്ന് ഇവിടെ വന്ന് പാളയം സഭയുടെ ചാർജ്, പലർക്കറിയാം ഇവിടെ ഉള്ളവർക്ക്, ചാർജ് എടുത്ത നിമിത്തം ഈ ഏരിയയിലുള്ള അനേകരെ സ്നാനപ്പെടുത്തുവാൻ ദൈവം ഭാഗ്യം തന്നു. പ്രൈസ് ദ ലോർഡ്. പാളയം സഭയെ ദൈവം തമ്പുരാൻ വളർത്തിയെടുത്ത ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. പ്രൈസ് ദ ലോർഡ്. സ്വത്രം. ശ്രദ്ധിക്കൂ, ദൈവം നിന്നെ ദൈവത്തിന്റെ ദർശനം നൽകുമ്പോൾ അതിനനുസരണക്കേട് നീ കാണിക്കരുത്. ഇവിടെ പൗലോസിനുണ്ടായ 6ാമത്തെ ദർശനം, ആരും നിന്നെ കയ്യേറ്റം ചെയ്യുകയില്ല, നീ ദേശത്ത് സുവിശേഷം അറിയിച്ചോ, ഇവിടെ തന്നെ നിന്നോ, എത്ര 1 ആണ്ടും 6 മാസവും നീ അവിടെ നിൽക്ക് എന്നൊക്കെ ആലോചന അറിയിക്കാൻ ദൈവം പ്രത്യക്ഷപ്പെട്ടവന്. 7ാമത്തെ, പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് സമയം കൂടുന്നല്ലോ, 7ാമത്തെ ദർശനം പൗലോസിനുണ്ടായ, ശൗലിനുണ്ടായ 7ാമത്തെ ദർശനം 23-ാം അധ്യായം 11-ാമത്തെ വാക്യം. 23-ാം അധ്യായം 11-ാമത്തെ വാക്യം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കും. 7ാമത്തെ ദർശനം, രാത്രിയിൽ കർത്താവ് ശൗലിന്റെ അടുക്കൽ, പൗലോസിന്റെ അടുക്കൽ വന്നേച്ച് അവനോട് പറയുക, പൗലോസേ ധൈര്യമായിരിക്കുക, നീ ധൈര്യമായിട്ടിരിക്കുക. എന്താ? നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും നീ സാക്ഷീകരിക്കേണ്ടതാണ്. ഇവിടെ മാത്രമല്ല, റോമയിലും നീ സാക്ഷീകരിക്കേണ്ടതാണ്. ഇവിടെ ഇനി നിന്റെ സാക്ഷ്യം ആരും കേൾക്കത്തില്ല. ഇവിടെ നീ പറയുന്നത് ഇനി ആരും അംഗീകരിക്കത്തില്ല. ഇവിടത്തെ ശുശ്രൂഷ നിന്റേത് കഴിഞ്ഞു. നീ വേഗം റോമയിലേക്ക് ഞാൻ നിന്നെ അയക്കാൻ പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവനെ ധൈര്യപ്പെടുത്താൻ, ബലപ്പെടുത്താൻ ദൈവത്തിൻ്റെ ദർശനം.
നമ്മെ ധൈര്യപ്പെടുത്താൻ ദൈവാത്മാവ് നമുക്ക് ദർശനങ്ങൾ തരാറുണ്ട്, വെളിപ്പാട് തരാറുണ്ട്. അത് നമ്മെ ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും സുവിശേഷത്തിന് വേണ്ടി നിൽക്കാനുള്ള കൃപ അവൻ നമുക്ക് നൽകുകയും ചെയ്യും. സന്തോഷത്തോടെ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. എട്ടാമത്തെ ദർശനം 27-ാം അധ്യായം 10-ാമത്തെ വാക്യം. 27-ന്റെ 10-ാമത്തെ വാക്യം. പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും കഴിഞ്ഞ 14 ദിവസങ്ങളായി സൂര്യനെ കാണാതെ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, ഈശാനമൂലൻ കാറ്റ് ഇതൊക്കെ ആഞ്ഞടിച്ചു നിൽക്കുമ്പോൾ ഇവർ സഞ്ചരിച്ച കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. ഏകദേശം 276 പേർ, കപ്പൽ ജോലിക്കാര്, പട്ടാളക്കാര്, തടവുകാര്, ഇതെല്ലാവരും കൂടെ ചേർത്ത് 276 പേർ ആ കപ്പലിലുണ്ട്. കപ്പൽ ആടി ഉലയുകയ. ഇവർ ഭക്ഷണം കഴിക്കുന്നില്ല. കഴിഞ്ഞ 14 ദിവസങ്ങളായി കപ്പലിൽ ഉണ്ടായിരുന്ന ചരക്കുകൾ മുഴുവനും ഭാരം കുറയ്ക്കാൻ വേണ്ടി കടലിലേക്ക് മനസ്സോടെ എടുത്തെറിഞ്ഞു. കപ്പലിന്റെ ഭാരം കുറച്ചിട്ടും കപ്പലിനെ നിയന്ത്രിക്കാൻ കഴിയാതെ ആയപ്പോൾ പൗലോസിന് അതിനകത്ത് ഒരു വ്യക്തി ദൈവപൈതലുണ്ടായിരുന്നു. ഈ 276 പേരിൽ ഒരാളൊരു ദൈവപൈതല. അവൻ അഭിഷേകം പ്രാപിച്ചതാ. അതും മതിയെന്ന് ശാന്തനായ ഒരു വ്യക്തി മതിയെന്ന്. നിന്റെ കുടുംബത്തിൽ അഭിഷേകം പ്രാപിച്ച, ദൈവവിളി കേട്ട, ദൈവ ശബ്ദം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി മതി. നീ മതി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ. സ്തോത്രം. ആമേൻ. ഈ പൗലോസിന് ദൈവിക ദർശനമുണ്ടായി. എന്നതാ? ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടേച്ച് പറയാ, പൗലോസേ നീ ഭയപ്പെടേണ്ട, കപ്പൽ ഛേദം സംഭവിക്കും കേട്ടോ, കപ്പൽ തകരും, പക്ഷേ ഒരൊറ്റ വ്യക്തിയുടെ പ്രാണന് ഒരു കേടുപാടും സംഭവിക്കത്തില്ല. ഈ ദർശനം ലഭിച്ച പൗലോസ് എഴുന്നേറ്റ് നിന്ന് മറ്റുള്ളവരോട് 275 പേരോടും പറയുക, അയ്യോ സഹോദരന്മാരെ, കഴിഞ്ഞ 14 ദിവസങ്ങളായി നിങ്ങൾ ഒന്നും കഴിക്കുന്നില്ല. നിങ്ങൾ കഴിക്ക്, ഉള്ള ആഹാരം എടുത്ത് സ്തോത്രം പറഞ്ഞ് കഴിക്ക്. ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. പുരുഷന്മാരെ ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു. അടുത്തത് എന്ന് അവരെ പ്രബോധിപ്പിച്ചു. അടുത്തത് ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ പൗലോസ് വെളിപ്പാട് കണ്ടാ പറഞ്ഞത്. പൗലോസ് വെളിപ്പാട് കണ്ടായി പറഞ്ഞത്, ദർശനം കണ്ടായി പറഞ്ഞത്. പക്ഷേ ഈ കപ്പൽ ഉടമയുടെയും മാലുമിയുടെയും, അതായത് കപ്പൽ കപ്പിത്താന്റെയും ഒക്കെ വാക്ക് കേട്ട് ഇവർ കപ്പൽ നീക്കി. കപ്പൽ ഛേദം സംഭവിച്ചു. ദൈവത്തിൻ്റെ ദാസന്മാർ പറയുന്ന ആലോചനകൾ നമ്മൾ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ നാം അത് അക്സെപ്റ്റ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി വരട്ടെ. ഏറ്റവും ഒടുവിലായിട്ട് 9ാമത്തെ അവസാനത്തെയും ദർശനം, പൗലോസിനുണ്ടായ 9ാമത്തേതും അവസാനത്തതുമായ ദർശനം. 27-ാം അധ്യായം 23-ാമത്തെ വാക്യം. 23-ാം വാക്യം. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. ദൈവത്തിന്റെ ദൂതൻ ഇതാ പൗലോസിന് വീണ്ടും പ്രത്യക്ഷപ്പെടുകയാ. ആ രാത്രിയിൽ വന്നേച്ച് പൗലോസിനോട് പറയുന്നു, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. അടുത്തത്, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എത്ര പേർ അത് ഏറ്റെടുക്കും?
നീ പാർക്കുന്ന കുടുംബത്തിലെ, നീ പാർക്കുന്ന പട്ടണത്തിലെ, നിന്റെ ചുറ്റുപാടുമുള്ള എല്ലാ ജീവിതങ്ങളെയും ദൈവം തമ്പുരാൻ നിന്റെ കയ്യിൽ അവൻ തന്നിരിക്കുന്നു. നീ താമസിക്കുന്ന നഗറിലെ വ്യക്തിത്വങ്ങളെ, കുടുംബങ്ങളെ, നിന്റെ കയ്യിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ നിന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നു. ഇന്ന് പകൽ നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ജീസസ്, 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 യേശുവേ. സ്തോത്രം. ശൗലേ, പൗലോസേ, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്ന ബാക്കി 275 പേരെയും ദൈവം പറയുന്നു, ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുക. നിന്റെ കയ്യിലേൽപ്പിച്ചിരിക്കുക. നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ജീവിതങ്ങളെ ദൈവം നിന്റെ കയ്യിൽ, നന്മകൾ നിന്റെ കൈകളിൽ, വിടുതലുകൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ളത് നിന്റെ കൈകളിൽ. അവൻ തന്നിരിക്കുകയാ. കണ്ടോ, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തു കഴിഞ്ഞെന്ന് എത്ര പേർ വിശ്വസിക്കും? എൻ്റെ കുഞ്ഞിനു വേണ്ടി ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞെന്ന്, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത് കഴിഞ്ഞു. ആമേൻ. ദൈവത്തിന്റെ കരുതൽ അവൻ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഓ ഹല്ലേലൂയ. ഭവനമില്ലാത്തവർക്ക് ദൈവം ഭവനത്തെ ഒരുക്കി കഴിഞ്ഞിരിക്കുക. തലമുറയുടെ കെട്ടുപണി നടക്കാത്തവർക്ക് തലമുറയുടെ കെട്ടുപണി ദൈവം ക്രമീകരിച്ച് കഴിഞ്ഞിരിക്കുകയാ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ എത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുക. പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല. ദൈവം എന്നോട് എന്ത് പറഞ്ഞുവോ, ഏത് ദർശനം നൽകിയോ, അതിന് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. പൂർണ്ണമായി ഞാൻ വിധേയപ്പെട്ടു, പൂർണ്ണമായി ഞാൻ അതനുസരിച്ചു. സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. നമ്മൾ പഠിച്ചല്ലോ, ഏകദേശം 9 ദർശനങ്ങളാണ് പൗലോസിനുണ്ടായത്. അതൊന്നിനും അവൻ അനുസരണക്കേട് കാണിച്ചില്ല. ഇന്ന് പകൽ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, ഇതിനകത്ത് തലമുറയുടെ വിവാഹത്തെ ഓർത്ത്, ഭാവിയെ ഓർത്ത് ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ തലമുറയ്ക്ക് ഈ ദിവസങ്ങളിൽ വിടുതൽ വെളിപ്പെടാൻ പോകുകയാണ്. ഈ ദിവസങ്ങൾ വിടുതൽ വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരം നിന്റെ ഭവനങ്ങളിൽ ഉയരാൻ പോകുകയാ. ഊടവ ശന്തനാദമാന വൈഡമനഗതിയ. ഭവനമില്ലാത്തവർക്ക് ദൈവം ഭവനത്തെ ഒരുക്കിയിരിക്കുക. ഈ ദിവസങ്ങൾ അത് അനുഭവിക്കാൻ പോകുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. അവൻ ആത്മാക്കളെ നമ്മുടെ കൈകളിൽ തന്നിരിക്കുന്നു. സ്നാനങ്ങൾ നടക്കുവാൻ പോകുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, ഇവിടെ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ 2ാമത്തെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖേന ഇന്നും നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, ആമേൻ. സമാധാനത്തോടെ പിരിഞ്ഞു പോകാം.